79 മുതൽ ഈ 2025 വരെ കണക്കാക്കിയാൽ നിരവധി തവണ പാകിസ്ഥാൻ 3-4 ഈ ഭീകര സംഘടനകളെ കൊണ്ട് നമ്മെ പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ എന്നും ഭീകരവാദത്തെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയം, അവരുടെ സാംസ്കാരികം, അവരുടെ നയപരമായ കാര്യങ്ങൾ, സൈന്യത്തിൻ്റെ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ ഇതെല്ലാം ചേർത്തിട്ടാണ് ഭീകരവാദത്തെ അവർ കൂട്ടിക്കുഴച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അതിലെല്ലാത്തിലുപരി മേമ്പടിയായിട്ട് മതത്തെയും കൂടി അവർ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീർ കൊടുത്താൽ ഈ പ്രശ്നം തീരുമോ? ഇല്ല. അപ്പോഴും അവർ തല്ലിക്കൊണ്ടേയിരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ 2ാം ഘട്ടവും കാണും, ചിലപ്പോൾ ഒരു 3ാം ഘട്ടവും കാണും എന്ന് ഞാൻ കരുതുന്നു. നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന സേനാ സന്നാഹത്തെ ഇന്ത്യ ഉടൻ പിൻവലിക്കുമോ? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുന്നത് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസാണ്. നമസ്കാരം. ഈ പാകിസ്ഥാൻ്റെ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ അതിർത്തിയിൽ ഈ സേനാ വിഭാഗത്തെ പിൻവലിച്ചിട്ടില്ല. ഈ പാകിസ്ഥാൻ ഏത് രീതിയിലും പ്രകോപനം ഉണ്ടാക്കുമെന്നുള്ള ഒരു തിരിച്ചറിവിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യ നിലനിൽക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് സത്യത്തിൽ നോക്കിക്കാണുന്നത്? 1979 മുതൽ 67 യുദ്ധം അവിടെ നിൽക്കട്ടെ, ലാഹോർ പിടിച്ചെടുത്ത് അതവിടെ നിൽക്കട്ടെ, 79 മുതൽ ഈ 2025 വരെ കണക്കാക്കിയാൽ നിരവധി തവണ പാകിസ്ഥാൻ 3-4 ഈ ഭീകര സംഘടനകളെ കൊണ്ട് നമ്മെ പണിഞ്ഞിട്ടുണ്ട്. ലഷ്കർ തൊയ്ബ ആയാലും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ റെസ്പോണ്ട് ഫ്രണ്ട് എന്ന് പറയുന്ന TRF ആയാലും ആരായാലും പിന്നെ ഇവരെ കൊണ്ടൊക്കെ മുജാഹിദിനെ കൊണ്ട് പലരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഇതിനിടെ നിശ്ചിത ഇടവേളകളിൽ അവർ ചെയ്യുന്നുണ്ട്. 2 വർഷം കൂടുമ്പോൾ 3 വർഷം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോംബെ ആക്രമണം നടത്തി, ട്രെയിൻ ആക്രമണം നടത്തി, ഡൽഹി പാർലമെൻറ്റ് ആക്രമിച്ചു. അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിശ്ചിത ഇടവേളകൾ വെച്ച്. ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ജന്മം കൊണ്ടും ഒരു മതരാഷ്ട്രമാണ്. അവർക്ക് ഒരു കാരണവശാലും ജനാധിപത്യത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. വികസനത്തെക്കുറിച്ച് അവർക്ക് വലിയ സങ്കല്പമില്ല. ഇപ്പോൾ ഇത് ഇന്ത്യ GDP-യിലേക്ക് വളരെ മുന്നിലേക്ക് പോവുകയാണ്. അതിനെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു സങ്കല്പമില്ല. വേറൊരു രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയൊരു ശാപവും അല്ലെങ്കിൽ ഒരു ദോഷവും അവർ സൈന്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പലപ്പോഴും സൈന്യമാണ് അവിടെ ഭരിക്കുന്നത്, അല്ലാതെ സേനാ മേധാവിയാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ പ്രധാനമന്ത്രിക്കൊന്നും ഒരു കാര്യമില്ല. കുറച്ചൊക്കെ ഡെമോക്രസി കൊണ്ടുവരാൻ ശ്രമിച്ചത് ആളാണ് ഇമ്രാൻഖാൻ. അദ്ദേഹത്തെ ഇപ്പോൾ ജയിലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ എന്നും ഭീകരവാദത്തെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നു. കാശ്മീർ അവർക്ക് വേണം എന്ന് പറയുന്നത് കാശ്മീർ കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ഞാൻ മനസ്സിലാക്കിയത്. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ജനഹിതമൊക്കെ അവർ മാനിക്കണമായിരുന്നു. കാശ്മീരിലേക്ക് അവരെ ആക്രമിച്ച് കീഴടക്കാൻ യുദ്ധം ചെയ്തപ്പോഴും നമ്മളും യുദ്ധം ചെയ്തു. അപ്പോൾ കാശ്മീർ രാജാവ് പറഞ്ഞത് ഞങ്ങൾക്ക് ഭാരതത്തോടൊപ്പം നിൽക്കാനെന്നാണ്. അങ്ങനെ ഭാരതത്തോടൊപ്പം ആണെന്ന് ആഗ്രഹിക്കുന്നത് വേണമെങ്കിൽ നമുക്കൊരു ഹിതപരിശോധനയാകാം, ഇനിയും ആകാം. ഐക്യരാഷ്ട്രസഭയോ അല്ലെങ്കിൽ ഇപ്പോൾ ട്രംപൊക്കെ ഉണ്ടല്ലോ, ട്രംപും സൗദി അറേബ്യയൊക്കെ ഇങ്ങനെ പറയല്ലേ ഞങ്ങളുണ്ടെന്നൊക്കെ. ഇപ്പോൾ ചൈന എല്ലാവരും കൂടി വെച്ചൊരു നല്ല സംഘമൊക്കെ ഉണ്ടാക്കി, ഇന്ത്യയൊക്കെ പാകിസ്ഥാനെ വെച്ചൊരു സമിതിയൊക്കെ ഉണ്ടാക്കി ഒരു ഹിതപരിശോധന നടത്തുക. പക്ഷേ അപ്പോഴും മഹാഭൂരിപക്ഷം പറയുന്നത് ഭാരതത്തിൽ നിൽക്കാനായിരിക്കും താല്പര്യം, ഇന്ത്യയിൽ നിൽക്കാനായിരിക്കും. ഇത് പാകിസ്ഥാൻ തിരിച്ചറിയണം. പാകിസ്ഥാൻ ഈ പണി മതിയാകത്തില്ല. അവർക്ക് 2-3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ പഠിച്ചിട്ടുള്ള പാകിസ്ഥാൻ, നിരീക്ഷിച്ച പാകിസ്ഥാൻ. ഒന്ന്, ഇപ്പോൾ അവർ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലാണ്. അരി 30 രൂപ കിടന്നത് 300 രൂപയായിട്ടുണ്ട്. നമ്മൾ ഈ സിന്ധു നദി വെള്ളം കൂടി 5 നദിയിലെ വെള്ളം കൂടി 4 നദിയിലെ വെള്ളം കൂടി തടഞ്ഞു വെച്ചപ്പോൾ അത് വല്ലാതെ ഇരട്ടിച്ചിട്ടുണ്ട്. ഭക്ഷ്യക്ഷാമം വലിയ പ്രശ്നമാണ്. ഡെമോക്രസി ഇല്ല. അപ്പോൾ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ പിടിച്ചു നിർത്തും? അപ്പോൾ പിന്നെ അവിടെ എന്ത് കുത്തിവെക്കുക? മതം കുത്തിവെക്കുക. അവർ ഡയറക്റ്റ് ആക്രമിക്കാൻ വരത്തില്ല. ഡയറക്റ്റ് ആക്രമിക്കുക എന്നാൽ ലോക കരാറുകളുണ്ട്, ലോകരാജ്യങ്ങളുമായിട്ടൊക്കെ ഒരുപാട് ഒത്തുതീർപ്പുകളുണ്ട്, അതിന് വരാൻ പറ്റത്തില്ല. പിന്നെ ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ഭീകരവാദികളെ, ഭീകരപ്രവർത്തകരെ ഇളക്കി വിടുക എന്നുള്ളതാണ്. ഭീകരപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെ നിന്നാണ് പണം? ഭീകരപ്രവർത്തനം ചെറിയ പരിപാടിയല്ല. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനം വേണം, ഉപകരണത്തിന് സമാനമായ ഉപകരണങ്ങൾ വേണം, വലിയ വെടിക്കോപ്പുകൾ വേണം. പിന്നെ അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ വേണം. ഇപ്പോൾ ഒരു ഭീകരവാദി ഉണ്ടെങ്കിൽ അയാളെ സഹായിക്കാൻ 1000 പേര് കാണും, ഇൻഫോർമർ കാണും, രാജ്യത്തിനകത്ത് കാണും. ഇപ്പോൾ കാശ്മീരിൽ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിന് ഇൻഫോം ചെയ്യാൻ കാണും, ഈ കാര്യങ്ങളും റൂട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ വലിയ സന്നാഹം ആവശ്യമുണ്ട്. അപ്പോൾ പണം ആവശ്യമുണ്ട്, യുദ്ധസമാനമായ സന്നാഹങ്ങൾ ആവശ്യമുണ്ട്, പരിശീലനം ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു ഈ ഭീകരന്മാർക്ക്? ഞാൻ TRF ഉണ്ടാക്കി, ഒരാൾ പറഞ്ഞു ഒരു ദിവസം രാവിലെ. ഇപ്പോൾ പഹൽഗാമിൽ ഈ ഭീകര പ്രവർത്തനം നടന്നപ്പോൾ TRF പറഞ്ഞു ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞു. TRF ഒരു ദിവസം രാവിലെ ഉണ്ടാക്കുകയാണ്. പിന്നെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു മുസ്ലിം നാമധാരി TRF ഉണ്ടാക്കുകയാണ്.
അല്ലെങ്കിൽ മുജാഹിദ് ഉണ്ടാക്കുകയാണ്, അൽ ഖ്വയ്ദ ഒരാളങ്ങ് ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കിയിട്ട് എവിടെ നിന്ന് അദ്ദേഹത്തിന് പണം? ഇതെല്ലാം കൊടുത്ത് പാലൂട്ടി വളർത്തുന്നത് പാകിസ്ഥാനാണ്. ഇനി പാകിസ്ഥാന് വേറൊരു തന്ത്രമുണ്ട്. അതെന്താ പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പാകിസ്ഥാൻ ഒരുപാട് ഫണ്ട് വേണം. ഇപ്പോൾ IMF-ൽ നിന്ന് 8500 കോടി ഇപ്പോൾ കിട്ടിയല്ലോ. സമരമായോണ്ടല്ലേ കിട്ടിയത്, ഈ അടിയായോണ്ടല്ലേ കിട്ടിയത്. അല്ലെങ്കിൽ അവരെന്ത് ചോദിച്ചാൽ കൊടുക്കുമോ? ഇപ്പോൾ ഇത്രയും പൊളിഞ്ഞിരിക്കുന്ന രാജ്യത്തിന് IMF പൈസ കൊടുക്കും. ഇവർക്ക് തുർക്കി, മറ്റ് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പൈസ കിട്ടണം. പൈസ കിട്ടണമെങ്കിൽ എന്ത് വേണം? സിമ്പതി വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ സാധാരണ പണ്ടാണെങ്കിൽ ഈ സൈന്യത്തേക്ക് ഏതെങ്കിലും രാജ്യത്ത് പോയി അടിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം തിരിച്ചടിക്കുന്നത് സിവിലിയന്മാരെയാണ് തിരിച്ചാക്രമിക്കുന്നത്. സിവിലിയന്മാരെ ആക്രമിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കും, സ്ത്രീകൾ മരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട് യുദ്ധങ്ങളുടെ ബാക്കി പത്രമായിട്ട് കുട്ടികളൊക്കെ കരഞ്ഞുകൊണ്ട് പോണ ചിത്രങ്ങളൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് സിമ്പതിയായി. ഉടൻ തന്നെ ആ പടങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇന്ത്യ മുസ്ലിങ്ങളെ കൊന്നിരിക്കുകയാണ്, മുസ്ലിം കുട്ടികളെ, സ്ത്രീകളെ, പള്ളിയെ, മദ്രസകളൊക്കെ ആക്രമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് സിമ്പതി ഉണ്ടാക്കി ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് പണം മേടിക്കുക. ഇതും പാകിസ്ഥാൻ്റെ ഒരു അജണ്ടയാണ്. അപ്പോൾ പണം മേടിക്കുക, പിന്നെ ആയുധം മേടിക്കുക, പണം മേടിക്കുക, ആയുധം മേടിക്കുക, അതിൽ കമ്മീഷൻ അടിക്കുക. ഇതിലാണ് ആ രാജ്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും എന്ത് ചെയ്യും? പാകിസ്ഥാൻ ഈ പണി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇന്ത്യ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ പറഞ്ഞത്, ഞങ്ങൾ തൽക്കാലം 9 സ്ഥലത്ത് അടിച്ചു, നിങ്ങൾ റാവൽപിണ്ടിയിലും കറാച്ചിയിലും ലാഹോറിലൊക്കെ ഞങ്ങൾ അടിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞങ്ങൾ അടി നിർത്തിയിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും തുടരും. അതിർത്തി മാത്രമല്ല, അന്ന് 5 മണിക്ക്, മിനിയാന്ന് 5 മണിക്ക് വെടി നിർത്താമെന്ന് പറഞ്ഞിട്ട് രാത്രി 10-11 മണി വരെ വീണ്ടും പാകിസ്ഥാൻ ബഹളം ഉണ്ടാക്കി. അപ്പോൾ ഇന്ത്യ പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങളാരെയും പിൻവലിക്കുന്നുമില്ല, ഞങ്ങൾ അതിർത്തിയിലുണ്ടാവും, ഞങ്ങളെ ആളുകൾ അതിർത്തിയിലുണ്ടാവും. നിങ്ങളാരെയും മനസ്സിലാക്കൂ, ഭീകരന്മാരുൾപ്പെടെ 10-200 പേരാണ് പാകിസ്ഥാനിൽ മരിച്ചത്. നമുക്ക് 5 സൈനികരെ മാത്രമാണ് നഷ്ടപ്പെട്ടത്. 26 പേരെ അല്ലാതെ നഷ്ടപ്പെട്ടു, അത് വേറെ കഥ. അതുകൊണ്ടാണ് തുടങ്ങിയത്. അല്ലാതെ നമ്മുടെ തിരിച്ചടി ആക്രമിച്ചതിന് ശേഷം 5 പേരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ മാൻ പവർ എടുക്കുമ്പോൾ 5 പേരും ഒരാളായാലും മരണമാണല്ലേ, നഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ അവർക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഭീകര കേന്ദ്രങ്ങളെല്ലാം തകർത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അവരെന്ത് ചെയ്യും? ഒരു സംഘടന തീർന്നാൽ അടുത്ത സംഘടന വരും. ഇനി അടുത്തൊരാൾ ആരെങ്കിലും ഇതുപോലെ വരും, വീണ്ടും സംഘടനകൾ ഉണ്ടാക്കി അവർ എന്നും ഭീകരവാദം നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഭാരതം അതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ചെയ്യേണ്ടത്, ഒരു കാരണവശാലും ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, 100% തുടച്ചു മാറ്റാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയം, അവരുടെ സാംസ്കാരികം, അവരുടെ നയപരമായ കാര്യങ്ങൾ, സൈന്യത്തിൻ്റെ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ഇതെല്ലാം ചേർത്തിട്ടാണ് ഭീകരവാദത്തെ അവർ കൂട്ടിക്കുഴച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അതിലെല്ലാത്തിലുപരി മേമ്പടിയായിട്ട് മതത്തെയും കൂടി അവർ പിടിച്ചിട്ടുണ്ട്. ഇത് ആളുകൾ ഇപ്പം ഹിന്ദുക്കളെ കൊന്നാൽ, അല്ലെങ്കിൽ അന്യസമുദായക്കാരെ കൊന്നാൽ ജിഹാദാണ്, നമുക്ക് സ്വർഗത്തിൽ നേരിട്ട് പോകാം, ഇങ്ങനെയുള്ള ഒരുപാട് മതത്തിൻ്റെ വികലതകൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, കുത്തിവെച്ചിട്ടുണ്ട് ആളുകളിൽ. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും കൊലപാതകം തെറ്റല്ല എന്നാണ് ആര് വിശ്വസിക്കുന്നത്? ഈ വെടിവെച്ചവൻ വിശ്വസിക്കുന്നത്. ഞാൻ വെടിവെച്ചാൽ ജിഹാദാണ്, എനിക്ക് സ്വാതന്ത്ര്യമാണ് എനിക്ക്, അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നിങ്ങളെ കൊന്നാൽ മതി. ഇതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രയാസമാണ് ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാനും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭീകരവാദം കുറയ്ക്കാൻ. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, വെണ്ടയ്ക്ക തന്നാൽ അല്ലെങ്കിൽ ചുണ്ടയ്ക്ക തന്നാൽ വഴുതനങ്ങ കൊടുക്കുക, ചെറുത് തന്നാൽ വലുത് കൊടുക്കുക, ഭീകര കേന്ദ്രങ്ങൾ തല്ലുക, തകർക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സിവിലിയന്മാരെ ഉപദ്രവിക്കുക. സിവിലിയന്മാർ പാവപ്പെട്ടവരാണല്ലോ, പാവപ്പെട്ട ജനങ്ങളാണ് പൗരന്മാർ. അപ്പോൾ അവരെ ഉപദ്രവിക്കരുത്. അല്ലാതെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു സമ്മർദ്ദത്തിൽ നിർത്താനേ കഴിയൂ. അത് ഭാരതം ഭംഗിയായി ഇപ്പോൾ ചെയ്തു. ചെറിയതായിട്ട് പോലും ലൂസാകാൻ പാടില്ല. ലൂസായാൽ അവർ കയറി അടിക്കും. അതാണ് അവരുടെ ഒരു സ്വഭാവം. നമ്മുടെ സുദർശന ചക്രവും ബ്രഹ്മോസും സുഹോയിയും എന്തെല്ലാം ഉണ്ടായിട്ടാണിപ്പോൾ നമുക്കിത് അടിച്ച് റെഡിയാക്കാൻ പറ്റിയത്. മേക്ക് ഇൻ ഇന്ത്യയിൽ 80%, ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് വന്നപ്പോൾ ഒരുപാട് പേര് കളിയാക്കി. പക്ഷേ 80%, അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു പേരുണ്ട് കേട്ടോ, മനോജ് പരീക്കർ പ്രതിരോധ മന്ത്രിയായിരുന്നു. അയാൾ IIT, ബോംബെ IIT പ്രൊഡക്റ്റാണ്. ബോംബെയാണോ മദ്രാസാണ്, IITയുടെ പ്രോഡക്റ്റാണ്. മരിച്ചുപോയല്ലോ പിന്നെ ഗോവ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമുണ്ട് ഇതിനകത്ത് വലിയ. അതുപോലെ നമ്മുടെ മരിച്ചുപോയ വനിതയുണ്ടല്ലോ, വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്, അവരൊക്കെ ദീർഘവീക്ഷണമുള്ളവരായിരുന്നു. അവരുടെയൊക്കെ വലിയ ദീർഘവീക്ഷണത്തിൽ വന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നതായാലും ഈ ലോകരാജ്യങ്ങളെ, സുഷമ സ്വരാജൊക്കെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഭാരതവുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നതിൽ വലിയ ബന്ധമുണ്ടാക്കി. അപ്പോൾ ആ തരത്തിലൊക്കെ വളരെ ഗൗരവമായിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. തീർച്ചയായിട്ടും ഭാരതം, ഇന്ത്യ അതിർത്തിയിൽ കണ്ണിമ ചിമ്മാതെ തന്നെ തുടരണം. തല്ല് കിട്ടിയാൽ ഒരു തല്ലിന് 4 തല്ലെന്നുള്ള നിലയിൽ തല്ല് കൊടുത്താൽ മാത്രമേ, പ്രത്യാക്രമണം ചെയ്തുകൊണ്ട് മാത്രമേ ഇത് അടക്കി നിർത്താൻ കഴിയുകയുള്ളൂ. എപ്പോഴാണോ നമ്മൾ ലൂസാവുന്നത് അപ്പോഴവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇത് നമ്മെ തല്ലിക്കൊണ്ടിരിക്കും. അവരെ കണ്ണ് കാശ്മീരിലുണ്ട്. പക്ഷേ അവർക്ക് കാശ്മീർ കിട്ടുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. അതാണ് പ്രധാനം.
ഇപ്പോൾ കാശ്മീർ കൊടുത്താൽ ഈ പ്രശ്നം തീരുമോ? ഇല്ല. അപ്പോഴും അവർ തല്ലിക്കൊണ്ടേയിരിക്കും. ബോംബെ ആക്രമിക്കുന്നു, ഡൽഹി ആക്രമിക്കുന്നു, പാർലമെൻറ്റ് ആക്രമിക്കുന്നു, വിവിധ സ്ഥലങ്ങളിലാണ് ആക്രമണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രഷർ ഗ്രൂപ്പായി തന്നെ നിൽക്കുകയും ഇത് ലോകത്തെ നമ്മൾ ലോകരാജ്യങ്ങളെ മനസ്സിലാക്കിക്കുകയും വേണം. അത് വലിയൊരു ദൗത്യമുണ്ട് നമുക്ക്. ഇപ്പോൾ ട്രംപൊക്കെ വന്നല്ലോ ലോകരാജ്യങ്ങൾ. പിന്നെ ചൈനയുടെ ചില യുദ്ധ താല്പര്യങ്ങളും കിടപ്പുണ്ട്. അത് യുദ്ധോപകരണങ്ങൾ വിൽക്കുന്നതാണ്. അവരുടെ യുദ്ധോപകരണങ്ങൾ 80% വാങ്ങിക്കുന്ന ചൈനയാണ്. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ 2ാം ഘട്ടവും കാണും, ചിലപ്പോൾ ഒരു 3ാം ഘട്ടവും കാണും എന്ന് ഞാൻ കരുതുന്നു. അതിർത്തിയിൽ നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടത് ഈ കാലത്തിൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. അവർ എപ്പോൾ വേണോ തിരിച്ചടിക്കാം.